എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ലിന്നാകട്ടെ നീസിക്ക് വേണ്ടി എഴുതിയ പോസ്റ്റ് കാർഡുകളൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നീട് നമ്മൾ നീസിയെ കാണുമ്പോഴേക്കും നീസി കമ്പനിയിൽ വർക്ക് ചെയ്യൊക്കെ തന്നെയാണല്ലോ. ലിന്നും നീസിയും ഒന്നിച്ചൊരു ഗാർഡൻ പ്രോജക്റ്റ് അവരുടെ കമ്പനിയിൽ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ആ ഒരു ഗാർഡന്റെ പണിയൊക്കെ കഴിഞ്ഞ് അതിനൊരു പേരിടേണ്ട സമയമാകുമ്പോഴേക്കും എന്ത് പേരിടണമെന്ന് അവരുടെ ആളുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ലിൻ ഓൾറെഡി ഒരു പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ പേര് നീസി എല്ലാവരോടും പറയുന്നുണ്ട്. ഈ പേര് ജസ്റ്റ് ഒരു റൊമാൻറ്റിക് എന്ന രീതിക്കല്ല അദ്ദേഹം സജസ്റ്റ് ചെയ്തത്. റീറ്റെയിനിങ് ലൈറ്റ് ടു മാക്സിമൈസ് എനർജി കൺവേർഷൻ എന്നൊരർത്ഥം കൂടി ആ ഒരു പേരിന് സയന്റിഫിക് ആയിട്ടുണ്ട്. നമ്മുടെ കമ്പനിക്ക് എന്തുകൊണ്ടും ഒരു പ്രോജക്റ്റിന് അത് ഇതുപോലത്തെ ഒരു പ്രോജക്റ്റിന് ഇടാൻ പറ്റിയ പേരാണെന്നെല്ലാം അവളും പറയുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം നീസി വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അമ്മയെ കാണാനായി പോകാനേ ഇരിക്കുകയാണ്. അവൾക്ക് ഇവിടെ നിന്നിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ലിന്നും ഇല്ലല്ലോ. അങ്ങനെ അവൾ പോകുന്നതിന് മുന്നേ ഓഫീസിൽ വെച്ച് തന്നെ അവൾക്ക് കുറച്ച് പോസ്റ്റ് വരുന്നുണ്ട്. അത് വാങ്ങുന്ന അവൾക്ക് ഇത് ലിൻ അവൾക്ക് അയച്ച പോസ്റ്റ് കാർഡ്സ് ആണെന്ന് മനസ്സിലാവുന്നു. എന്തായാലും അമ്മയുടെ അടുത്തേക്ക് പോകുന്ന ആ ഒരു ബസ് യാത്രക്കിടയിൽ അത് വായിക്കാനേ ഒരുങ്ങുന്ന ടീം ലിന്നിന് ആക്സിഡന്റ് പറ്റിയെന്ന് അവൾക്ക് മനസ്സിലായിരിക്കുന്ന ആ ഒരു സ്പോട്ടിലൂടെ അവൾ പാസ് ചെയ്യുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ലിന്നിനെ പറ്റിയൊക്കെ ആലോചിച്ച്. എന്തായാലും ആ പോസ്റ്റ് കാർഡ് വായിക്കുന്ന ടീം കുറെ അയച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ആദ്യം അവൾ വായിക്കുമ്പോഴേ അതിലാകട്ടെ ലിൻ ആദ്യം എവിടെ വെച്ചാണ് നീസിയെ കണ്ടതെന്നതൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഒരു പാർട്ടിയിലെ കാര്യങ്ങൾ നമ്മൾ ആ പാർട്ടിയിൽ ലിൻ നീസിയെ കണ്ടതില് ലിന്നിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് കേട്ടത്. അപ്പോൾ നമ്മൾ നീസിയുടെ പോയിന്റ് ഓഫ് വ്യൂ കേൾക്കുമ്പോഴേക്കും ആക്ച്വലി നീസിക്ക് ലിന്നിനെ പോലെ തന്നെ ആ പാർട്ടിയിൽ പങ്കെടുക്കാനായി തീരെയും താല്പര്യം ഉണ്ടായിരുന്നില്ല. ലിൻ മുത്തശ്ശന്റെ നിർബന്ധത്തിന് വന്നെങ്കിൽ നീസി അമ്മയുടെ നിർബന്ധത്തിനായിരുന്നു പാർട്ടിയിൽ പങ്കെടുക്കാനായി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ അവൾ ഉള്ളപ്പോ അച്ഛനും അച്ഛന്റെ ഗേൾ ഫ്രണ്ടിന്റെ മകളും കൂടി അങ്ങോട്ടേക്ക് വന്നു. ഇവര് വരുന്നത് കണ്ട് നീസി അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കാതെ അവളുടെ അടുത്തിരുന്ന ഒരാൾ അവരെ പറ്റി മോശമായി സംസാരിക്കുകയും അതിന്റെ ഇടയിൽ നീസിയുടെ അമ്മയും കൂടി മോശമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ തന്നെ നിയാനെ പിന്നീട് കാർഡ് കൊടുക്കാനൊക്കെ പോയപ്പോ നീസിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ പുറകെ നിന്ന് ഓരോന്ന് സംസാരിച്ചിട്ട് മുന്നിൽ ചെന്ന് ഇയാൾ ഇങ്ങനെ അടുത്തിടപെടുന്നത് നല്ല ഉദ്ദേശത്തിലല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൾ ആ ഒരു കാർഡ് അങ്ങനെ തട്ടിപ്പറിക്കുകയായിരുന്നു. എങ്കിലും അപ്പ ആ കാര്യങ്ങൾ ആലോചിക്കുന്ന അവൾക്ക് അന്ന് ആ ഫ്രണ്ടിന്റെ പാർട്ടിക്കിടയിൽ, അതായത് വെഡിങ് പാർട്ടിക്കിടയിൽ ലിൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവന്റെ ഗേൾ ഫ്രണ്ടിനെ അവൻ കണ്ടത് ഏത് ഡേറ്റിലാണെന്ന കാര്യങ്ങളൊക്കെ. ഇപ്പൊ അത് ആലോചിക്കുന്ന അവൾക്ക് അപ്പോ ലിൻ അന്ന് പറഞ്ഞത് എന്നെ ആദ്യമായിട്ട് കണ്ട ഡേറ്റ് ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആകെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. എന്തായാലും അതിനൊക്കെ ശേഷം അമ്മയുടെ വീട്ടിലേക്ക് എത്തുന്ന നീസി അപ്പോഴും ആ ഒരു പോസ്റ്റ് കാർഡും ഒക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ലിൻ അവൾക്ക് ഒരു മെസ്സേജും അയച്ചിട്ടില്ലല്ലോ. മെസ്സേജ് ഒന്ന് അയച്ചായിരുന്നെങ്കിൽ എന്നൊക്കെ അവളിങ്ങനെ അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ ഒരു മടിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ലിൻ അവളെ അപ്പോൾ വിളിക്കുന്നുണ്ട്. അവൾ അറ്റൻഡ് ചെയ്യുന്ന നീസിയും പെട്ടെന്നൊന്നും മിണ്ടാൻ പറ്റാതെ ആകെ സ്റ്റക്കായിരിക്കാണ്. അതേ കണക്ക് തന്നെയായിരുന്നു ലിന്നും. എന്തായാലും അല്പനേരത്തെ മൗനത്തിന് ശേഷം നീസി എപ്പോഴാണ് ലിൻ തിരിച്ചെത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളെ തിരിച്ചു വരുമെന്ന് ലിൻ പറയുന്ന ടീം ഈ വഴി പൊക്കൂടെയെന്ന് അവളുള്ള ആ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് നീസി ചോദിക്കുമ്പോൾ വരാം എന്ന് ലിന്നും പറയുന്നുണ്ട്. കാരണം ലിൻ തിരിച്ചു പോകുന്ന ആ ഒരു ട്രെയിൻ നാളെ ആണെങ്കിൽ ഈ വഴിയായിരിക്കും എന്ന് നീസിക്ക് അറിയായിരുന്നു. എന്തായാലും ആ ട്രെയിൻ എപ്പോഴാണ് വരുന്നതെന്ന സമയമൊക്കെ അവൾ ചോദിച്ച് കൺഫേം ചെയ്ത ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ ഫുഡ് പോലും കഴിക്കാൻ നിൽക്കാതെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെടുന്നുണ്ട്. ഇവൾ ഇന്നല്ലല്ലോ പോകുന്നത്, പിന്നെ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പുറപ്പെട്ടു പോകുന്നതെന്ന് മനസ്സിലാവാതെ അമ്മ നിൽക്കുന്നുണ്ടെങ്കിൽ ഓ ലിൻ മടങ്ങി വരുന്നത് ഇന്നായിരിക്കും എന്ന് അമ്മയ്ക്ക് പിടികിട്ടുന്നു. സ്റ്റേഷനിലെത്തുന്ന നീസി ട്രെയിൻ വരുന്നതിന് മുന്നേ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. തുടർന്ന് ട്രെയിൻ എത്തുമ്പോൾ ലിന്നിനെ അവൾ എത്തി വലിഞ്ഞ് നോക്കി കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും ലിന്നാകട്ടെ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം നീസി തന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടോ എന്നൊന്നും നോക്കാതെ പെട്ടെന്ന് മുന്നോട്ട് നടക്കുന്നുണ്ട്. നീസി ആയിട്ട് ലിൻ വന്ന പാടെ ലിന്നിന്റെ മുന്നിൽ പോകാതെ ഒന്ന് മാറി നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊട്ടും അവളെ കണ്ടതുമില്ല. അങ്ങനെ കുറച്ചു നേരം മുന്നോട്ട് നടന്നു കഴിഞ്ഞാണ് അവൻ പുറകെ നീസി ഉണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ വന്നു എന്ന് വളരെ സർപ്രൈസ് ആയി ചോദിക്കുമ്പോൾ ആക്ച്വലി ലിൻ ട്രെയിൻ വരുന്നു എന്ന് പറഞ്ഞ ആ ഒരു സമയമായിരുന്നില്ല ഇപ്പോൾ ട്രെയിൻ വന്നത്. അവന്റെ ട്രെയിൻ ഒരു 10 മണിക്കാണ് വരുന്നതെന്നാണ് അവൻ പറഞ്ഞതെങ്കിലും ഇപ്പൊ വന്നത് 7 മണിക്കുള്ള ട്രെയിൻ ആയിരുന്നു. ലിൻ മനഃപൂർവ്വം ട്രെയിനിന്റെ സമയം നീട്ടി പറഞ്ഞതാണെന്ന് നീസിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം 10 മണിയുടെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ അവൾ ചിലപ്പോ കാണാൻ വരാൻ സാധ്യതയുണ്ട്. 7 മണിക്കുള്ള ട്രെയിൻ ആണെന്ന് പറഞ്ഞാൽ ഉറക്കം കളഞ്ഞു വരാൻ ചിലപ്പോൾ പാടായിരിക്കും എന്ന് കരുതിയാണ് അവൻ അത് പറഞ്ഞത്. അതപ്പോൾ അവൾക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രെയിൻ ഇറങ്ങിയ പാടെ 7 മണിക്കുള്ള ട്രെയിനിന് വന്ന് തന്നെ പിക്ക് ചെയ്യാനായി 10 മണിക്കാണ് ട്രെയിൻ എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ വരില്ല എന്ന ധാരണയിൽ അവൻ അങ്ങനെ മുന്നോട്ട് നടന്നത്. എന്തായാലും അവിടെ ഒരു കുഞ്ഞ് രസകരമായ കാര്യം രണ്ടുപേർക്കിടയിൽ ഒരു ഐസ് ബ്രേക്കിംഗ് കണക്കായിരുന്നു. രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. അങ്ങനെ കാറിൽ പോകാനേ ഒരുങ്ങുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് ലിൻ പറയുന്നുണ്ടെങ്കിലും വേണ്ട ഞാൻ ഡ്രൈവ് ചെയ്യാന്നും പറഞ്ഞ് നീസിയാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ലോക്കൽ ഡംപ്ലിങ്സ് കഴിക്കാന്നും പറഞ്ഞ ഒരു ഷോപ്പിന്റെ അവിടേക്ക് മാപ്പ് ഇട്ട് നീസി പോവുകയാണെങ്കിലും വഴി തെറ്റുന്നുണ്ട്. വഴി തെറ്റിന്ന് ഓൾറെഡി ലിന്നിന് മനസ്സിലായെങ്കിലും അവനെ വണ്ടി ഓടിക്കാൻ അവൾ സമ്മതിക്കാഞ്ഞത് കൊണ്ട് ശരി അവൾ എങ്ങോട്ടാന്ന് വെച്ചാൽ പോട്ടെന്ന രീതിക്ക് അവനും മിണ്ടാതിരുന്നായിരുന്നു. അത് പിന്നീട് വഴി തെറ്റിക്കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാവുന്നത് ആദ്യം പറയാൻ മേലായിരുന്നു എന്നും പറഞ്ഞ് അവൾ അത് കണ്ട് ചിണുങ്ങുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും ഇവർ വന്ന് എത്തിപ്പെട്ടത് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലത്തായിരുന്നു. തുടർന്ന് അവർ അവിടെ ഇറങ്ങി നിന്ന് സംസാരിക്കുമ്പോൾ പഴയ കാര്യങ്ങളെ പറ്റി പറഞ്ഞു തുടങ്ങുന്നുണ്ട്. എനിക്ക് ആക്സിഡന്റ് പറ്റിയിട്ടും നിന്നെ കാണാനായി വന്ന ആ ഒരു ടീം പറ്റിയ ആക്സിഡന്റ് അല്ലേ അത്, എന്നിട്ടും എന്താ നീ എന്നെ കാണാൻ വരാതിരുന്നതെന്ന് പലപ്പോഴും എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു എന്നെല്ലാം ലിൻ പറയുമ്പോൾ എന്നിട്ട് ഇപ്പൊ ആ ദേഷ്യമൊക്കെ മാറിയോ, പക്ഷെ എന്നോട് ആ ഒരു സൂചന ഒരിക്കൽ പോലും തന്നു ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ എന്നെല്ലാം ഈ തെറ്റിദ്ധാരണ മാറുന്നതിന് മുന്നത്തെ കാര്യത്തെ പറ്റി നീസ് ചോദിക്കുമ്പോൾ അത് നീ അല്ല എന്ന് അറിയാതിരുന്നിട്ട് പോലും എനിക്ക് പക്ഷെ നിന്നെ കാണുമ്പോൾ ആ ഒരു ദേഷ്യം അലിഞ്ഞു പോവായിരുന്നു. എനിക്ക് ആ ഒരു ഇഷ്ടമില്ലായ്മ മനസ്സിൽ ഒരു തരി പോലും പിന്നീട് ഉണ്ടായിട്ടില്ല. നീ ഉള്ള ഓരോ നിമിഷവും ഞാൻ
എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നെല്ലാം അവൻ പറയുന്നുണ്ട്. ഇപ്പൊ ആ തെറ്റിദ്ധാരണ എല്ലാം മാറിയല്ലോ എന്നെല്ലാം ലിൻ പറയുമ്പോ ഒന്നും കഴിഞ്ഞിട്ടില്ല, നമുക്കിടയിൽ ഇനിയും ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ സമയമുണ്ടെന്ന് നീസി പറയുമ്പോ നീ ഒരു ഗിൽറ്റ് ഫീലിംഗിന്റെ പുറത്ത് അങ്ങനൊന്നും ഇപ്പൊ പറയേ വേണ്ട. അത് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവളെ കാണാനായി വരുന്ന ടീമാണല്ലോ ആക്സിഡന്റ് പറ്റിയത്. അപ്പൊ അത് ഓർത്ത് അവൾക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗിന്റെ പുറത്ത് അവനോട് ഫീലിംഗ്സ് ഒന്നും തോന്നണ്ട, അങ്ങനെ ഒരു സഹതാപം ഒന്നും വേണ്ട എന്നതാണ് അവൻ പറയുന്നത്. അവൾ അപ്പോഴേ ക്ലിയർ ആയി പറയുന്നുണ്ട് ഒരിക്കലും ഇതൊരു ഗിൽറ്റ് ഫീലിംഗിന്റെ പുറത്തുള്ള ഫീലിംഗ്സ് അല്ല, അല്ലാണ്ട് തന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് അവൾ പറയുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കാരണം അവൾ ഒരിക്കലും ഗിൽറ്റ് ഫീലിംഗ് കൊണ്ടല്ല അവനോട് ഇഷ്ടമാണെന്ന് പറയുന്നതെന്ന് അവനും വ്യക്തമാണല്ലോ. എന്നാലും കുറെ നാളെ കേൾക്കാൻ കാത്തിരുന്ന കാര്യം ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അവർ ഏറെ നേരം അവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് മനോഹരമായ ആ ഒരു പൂക്കൾക്കിടയിൽ. അവർ തിരിച്ചു പോകുമ്പോഴേക്കും നീസി വീണ്ടും ഡ്രൈവിംഗ് സീറ്റിന്റെ അവിടേക്ക് പോകുമ്പോഴേക്കും വീണ്ടും വഴി തെറ്റിക്കാനാണോ ഞാൻ ഓടിക്കാന്നും പറഞ്ഞ് ഡ്രൈവിംഗ് ലിൻ ഏറ്റെടുക്കുന്നു. ഇവിടെ മനോഹരമായി ഇവരുടെ പ്രണയം ആരംഭിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും സ്വാങ് കെവിന് ബൈസ്റ്റാൻഡറായി നിൽക്കായിരുന്നല്ലോ. പക്ഷെ കെവിന്റെ അമ്മ വന്നതുകൊണ്ട് തന്നെ സ്വാങ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്വാങ്ങും ഫ്രണ്ട്സും കൂടി അങ്ങനെ കെവിനെ കാണാനായി എത്തുന്നുണ്ട്. സുഖവിവരങ്ങൾ തിരക്കുന്ന ടീം അമ്മയാകട്ടെ കെവിനെ നന്നായി നോക്കിയതിന് സ്വാങ്ങിനോട് ഒരുപാട് താങ്ക്സ് പറയുന്നു. ഒപ്പം തന്നെ ലിൻ എന്നൊരു ഡോക്ടറും കൂടി കെവിനെ ഹെൽപ്പ് ചെയ്തു എന്ന് കേട്ടറിയുന്ന അമ്മ ലിന്നിനെ പറ്റിയും തിരക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ കെവിനോട് സംസാരിക്കുന്ന ടീം കെവിൻ അന്ന് ആക്സിഡന്റ് പറ്റുന്നതിന് തൊട്ട് മുന്നേ നീസിയുടെയും ലിന്നിനെയും പറ്റിയാണല്ലോ എന്തൊക്കെയോ പറയാൻ വന്നത്, അതൊന്ന് വ്യക്തമായി കേൾക്കാനായി സ്വാങ് വീണ്ടും അപ്പോഴത്തെ കാര്യങ്ങളെ പറ്റി സംസാരിച്ചു തുടങ്ങുമ്പോൾ എനിക്കപ്പോ നടന്ന ഒന്നും പ്രത്യേകിച്ച് ഓർമ്മയില്ല, അതായത് ആക്സിഡന്റ് പറ്റിയ ദിവസത്തെ യാതൊരു കാര്യവും ഓർമ്മയില്ല എന്നത് കെവിൻ പറയുമ്പോൾ ഒന്നും ഓർമ്മയില്ല, ഒന്നും ആലോചിച്ച് നോക്കിയെന്നല്ല സ്വാങ് ഓർത്തെടുക്കാനായി നിർബന്ധിക്കുന്ന കണക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ കെവിൻ ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഇത് സ്വാങ്ങിന്റെ കൂടെ കെവിനെ കാണാനായി വന്ന ക്രിസ്തും ശ്രദ്ധിക്കുന്നുണ്ട്. സ്വാങ് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുന്നത്. എന്തായാലും ഡോക്ടർ ആകട്ടെ കെവിന്റെ ഈ ഒരു അവസ്ഥ ഒരു പ്രത്യേക കൈൻഡ് ഓഫ് അംനേഷ്യ ആണെന്നും ഇഞ്ചുറി പറ്റിയ ദിവസത്തെ ആ ഒരു സൈഡ് എഫക്ട് കാരണം അന്നത്തെ ഇവന്റ്സ് ഒന്നും തന്നെ, അതായത് ആ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഇവർ പോയ ആ ഒരു സമയത്തെ ഇവന്റ്സ് ഒന്നും തന്നെ അവന്റെ ഓർമ്മയിലേ ഇല്ല എന്നത് ഡോക്ടറും പറയുന്നുണ്ട്. ഇത് സ്വാങ്ങിനെ കുറച്ച് നിരാശപ്പെടുത്തുന്നുണ്ട്. കാരണം ലിന്നിനെ പറ്റി നീസയെ പറ്റിയും കെവിൻ എന്തൊക്കെയോ പറയാൻ വന്നിരുന്നു, അത് ചോദിച്ച് മനസ്സിലാക്കാന്നൊക്കെ സ്വാങ്ങിന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ലിന്നും നീസയും വളരെ ഹാപ്പി ആയി അങ്ങനെ ഒന്നിച്ചുണ്ട്. അവരിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴേക്കും അമ്മ നീസയെ ഫോൺ ചെയ്ത് നീ എവിടെയാണെന്നൊക്കെ തിരക്കുമ്പോൾ ഞാൻ ലിന്നിന്റെ കൂടെയാണ് എന്നവൾ പറയുന്ന ടീം നീ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടല്ലോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഞാനും ലിന്നും ഡേറ്റിംഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് അവൾ പറയുമ്പോൾ അവളുടെ ഹാപ്പിനെസ് ഒക്കെ കേൾക്കുന്ന അമ്മയ്ക്ക് അവളിത് ഫസ്റ്റ് തന്നോടാണ് പറയുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അമ്മയും ഹാപ്പിയാണ്. അമ്മയ്ക്ക് ഇവരുടെ റിലേഷനിൽ എതിർപ്പൊന്നുമില്ല. അങ്ങനെ അവർ വണ്ടി നിർത്തുമ്പോഴേക്കും ലിന്നാകട്ടെ അവന്റെ ആ ഡോക്ടർ ഫ്രണ്ട് ഇല്ല ഫെങ്ങിനെ ഫോൺ ചെയ്ത് ഞങ്ങൾ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു, നീ വരുവാണെങ്കിൽ നിനക്ക് എന്റെ വക ട്രീറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം ഫെങ് അത് വിശ്വസിക്കുന്നില്ലെങ്കിലും നീസി ഫോണിലൂടെ കൺഫേം ചെയ്യുന്നുണ്ട് അതെ ഞങ്ങൾ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന്. അങ്ങനെ സംസാരിച്ച് നടക്കുന്നതിന്റെ ഇടയിലായിട്ട് നീസി ആയിട്ട് അറിയാതെ ഒരാളെ തട്ടി വീഴാനേ പോകുമ്പോൾ ലിൻ അവളെ വീഴാതെ പിടിച്ചു എന്ന് മാത്രമല്ല പിന്നീട് അവൾ വീഴാതിരിക്കാനായി സേഫായി അവന്റെ കൈയും പിടിച്ച് നടക്കുന്നുണ്ട്. അതൊക്കെ അവളെ ഒരുപാട് ഹാപ്പി ആക്കുന്നു. അങ്ങനെ സംസാരിക്കുന്ന ടീം നമ്മുടെ കാര്യം ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, ലിന്നെപ്പോഴാ ലിന്നിന്റെ അമ്മയോട് പറയാന്ന് നീസി തിരക്കുമ്പോൾ ഇപ്പൊ തന്നെ പറയണോന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവളുടെ മുഖം വാടുന്ന കാണുന്നവൻ ഞാൻ വേറെ ഒന്നും വെച്ച് ചോദിച്ചതല്ല, എന്റെ അമ്മ ഇവിടെ ഇല്ലല്ലോ, അമ്മ സ്വിറ്റ്സർലൻഡിലല്ലേ, അവിടെ ഇപ്പോൾ രാത്രിയാ, അതുകൊണ്ട് നേരം വിളിച്ച അമ്മയെ ഞാൻ വിളിച്ച് പറയാം. അത് കേൾക്കുമ്പോൾ അവളും ഹാപ്പി ആവുന്നു. അല്ലോ അങ്ങനെ നിൽക്കുന്ന ടീം വാങ്ങിച്ച ഐസ്ക്രീം കുറച്ച് കഴിച്ച ശേഷം നീസി അത് ലിന്നിന് കൊടുക്കുന്നുണ്ട്. അവൻ ഓൾറെഡി ഒരു ഐസ്ക്രീം ഉണ്ടെങ്കിലും അവൾ കൊടുക്കുന്ന ഐസ്ക്രീം അവൻ കഴിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായി കൊടുക്കുന്നതാണ്. എന്തായാലും അവൻ ഐസ്ക്രീം കഴിക്കുന്നത് കാണുന്ന അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. ഈ പെൺകുട്ടികളെ പ്രണയിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു കുസൃതികൾ കാണിച്ചുകൊണ്ടേ ഇരിക്കും. ഒരു കുഞ്ഞു കുഞ്ഞു ടെസ്റ്റാണ് അവർ ഇഷ്ടപ്പെടുന്ന പയ്യൻ തിരിച്ച് അതേ രീതിയിൽ അവരെ ഇഷ്ടപ്പെടുന്നുണ്ടോ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട്. അവിടെ അങ്ങനെ ലിന്നിന്റെ കൂടെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നീസി ജിയാങ്ങിന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ എന്റെ റിയൽ എസ്റ്റേറ്റ് കണ്ടെത്തിയെന്ന്. മറ്റൊന്നുമല്ല, മുന്നേ ജിയാങ്ങിന്റെ കൂടെ തന്റെ കോളേജ് പഠനത്തിന് ശേഷം വിദേശത്ത് ട്രിപ്പൊക്കെ നീസി പോയിരുന്നല്ലോ. അവിടെ പല സ്ഥലങ്ങൾ അവർ കണ്ടുനോക്കി ടൈം സ്പെൻഡ് ചെയ്തെങ്കിലും അവൾക്ക് മനസ്സിൽ വലിയ എൻജോയ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പ്ലേസ് ഒക്കെ കാണുന്നതിന്റെ ഒരു റിയൽ ഹാപ്പിനെസ് അവൾക്ക് ഇല്ല എന്ന് അവൾ ജിയാങ്ങിനോട് പറഞ്ഞിരുന്നു. ആ ടീം ജിയാങ് ആകട്ടെ അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട വളരെ സ്പെഷ്യലായ ഒരാളുടെ കൂടെ അവൾ ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇതല്ല ഏത് സ്ഥലം കണ്ടാലും അത് വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ പോലും അവൾക്കത് വളരെ സ്പെഷ്യലായി ഫീൽ ചെയ്യുമെന്ന് ജിയാങ് പറഞ്ഞിരുന്നു. അവളുടെ റിയൽ എസ്റ്റേറ്റിനെ കണ്ടുപിടിക്കുമ്പോൾ അവൾക്ക് ആ ഫീൽ വരുമെന്ന് അവൻ പറഞ്ഞത് ഓർത്തുകൊണ്ടാണ് അവളിപ്പോ അവന് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ അതിനൊക്കെ ശേഷം അവർ തിരിച്ച് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ലിന്നിന് ഇറങ്ങേണ്ട സമയമാകുമ്പോഴും അവൻ കാറിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്ന ടീം അവളോട് അവളുടെ പേര് അവന്റെ കയ്യിൽ എഴുതി കൊടുക്കാനായി പറയുന്നുണ്ട്. അവളതങ്ങനെ എഴുതുമ്പോൾ അവന്റെ അടുത്ത് വളരെ ക്ലോസ് ആയി എത്തുന്നുണ്ട്. ആ ടീമാണ് രണ്ടുപേരും ഒന്ന് കിസ് അടിച്ചാലോ എന്ന കണക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും എന്തോ പിന്നീട് അങ്ങ് മാറിപ്പോകുന്നു. തുടർന്ന് ലിന്നിനോടും ബൈ പറഞ്ഞ് വളരെ ഹാപ്പി ആയി നീസി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അവളുടെ ഹാപ്പിനെസ് കാണുന്ന അമ്മ നീ വളരെ ഹാപ്പി ആണല്ലോ, ഈ റിലേഷൻഷിപ്പിൽ നീ ഒരുപാട് ഹാപ്പി ആണോ എന്ന് തിരക്കുന്നു. അവൾ അതേ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിരിക്കുക എന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല, നിനക്ക് ആ ഭാഗ്യം ലൈഫ് ലോങ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന് അവളോട് പറയുന്നു. പിന്നെ
പിന്നീട് അവൾ ലിന്നുമായി മെസ്സേജ് അയക്കുന്നു. ഇവരുടെ ഓഫീസ് സംബന്ധമായി അവർക്കൊരു പ്രൊഫസറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകാനായിട്ടുണ്ട്. നീസിയാണ് ഇവരുടെ ഓഫീസിൽ നിന്ന് പോകുന്നത്. ലിന്നിനോടും അങ്ങോട്ടേക്ക് വരാനായി പറയുന്നവൾ നാളെ ഒരു കോളേജ് സ്റ്റുഡന്റിനെ കണക്ക് ഡ്രസ് ചെയ്ത് വരണമെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കാണാൻ കൊതിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ക്ലീഷേ റൊമാൻറ്റിക് മെസ്സേജസും അവർ കൈമാറുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ലിൻ നീസിയെ പിക്ക് ചെയ്യാനായി എത്തുന്നുണ്ട് ആ ഒരു ക്ലാസ്സിന് പോകാനായി. അപ്പോഴേ അവന്റെ ആ ഒരു പുതിയ ഹെയർ സ്റ്റൈലും ഡ്രസ്സിംഗ് സ്റ്റൈലും ഒക്കെ കണ്ട് അവൾക്ക് അത് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നുണ്ട്. കോളേജ് സ്റ്റുഡന്റിനെ പോലെ ഒരുങ്ങി വരാൻ പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവനത് കേട്ടാണ് വന്നിരിക്കുന്നത്. അവനെ എപ്പോഴും വളരെ ഫോർമലായ ഒരു രീതി കാണുന്ന അവൾ ഇത് കണ്ട് വളരെ ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു സെമിനാർ നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഓൾറെഡി സീറ്റൊക്കെ ഫുൾ ആയിട്ടുണ്ട്. കുറച്ച് പേര് തറയിൽ ഇരിപ്പുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞ് ലിൻ അവന്റെ കോട്ട് ഊരി അവിടെ തറയിൽ വിരിക്കുമ്പോഴേക്കും നീസി അവളുടെ കോട്ടും തറയിൽ വിരിക്കാനായി ഊരി കൊടുക്കുന്നുണ്ടെങ്കിലും അത് വിരിക്കാതെ അവൻ മടിയിൽ വെച്ചിരിക്കുകയാണ്. തുടർന്ന് അവർ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്ക് അടുത്തടുത്ത് ഇരിക്കാലോ, ചെയർ കിട്ടിയ ഇച്ചിരി ദൂരെ ഇരിക്കേണ്ടി വന്നിരുന്നേനെ എന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ആ ഒരു ക്ലാസ്സിനൊക്കെ ശേഷം പുറത്തിറങ്ങുമ്പോൾ ലിൻ കോളേജിൽ പഠിക്കുന്ന ടീം അവന് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. കുറേ പെൺകുട്ടികൾ അവന് പുറകെ നടപ്പായിരുന്നു എന്നൊക്കെ ഡോക്ടർ ഫെങ്ങിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. നീസി നമുക്ക് ക്യാൻറ്റീൻ വരെ ഒന്ന് പോയി നോക്കിയാലോ, വല്ല പെൺപിള്ളേരും പുറകെ വരുന്നുണ്ടോ എന്ന് അറിയാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാനായി പോകുമ്പോൾ അവിടെ പഠിക്കുന്ന കുറേ പെൺപിള്ളേർ ഇത് ആരെ ഈ പുതിയ പയ്യൻ, നല്ല രസമുണ്ടല്ലോ കാണാൻ, എന്ത് ഹാൻസം, ആ പുതിയ സ്റ്റുഡന്റ് ആണോ അതോ ഇനി വല്ല ഗസ്റ്റ് ലെക്ചറും വല്ല ആണോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ തന്നെ നീസിയും ലിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹാപ്പിയായി ലിന്നും നീസിയും അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. തുടർന്ന് ഇവർ തിരിച്ച് ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും അവിടെയുള്ള ഫ്രണ്ട് നീസിയോട് എന്തൊക്കെയോ മാറ്റം അവൾക്കുണ്ട്, എന്താ സംഗതി പറയാന്നൊക്കെ പറഞ്ഞ് കുറെ കുത്തി ചോദിക്കുമ്പോൾ ഞാനും ലിന്നും ഡേറ്റിംഗ് ആരംഭിച്ചെന്ന് നീസി പറയുമ്പോൾ എന്തൊക്കെയോ ഡൗട്ട് ഈ ഫ്രണ്ട്സിനുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അവർക്ക് ഭയങ്കര സർപ്രൈസ് ഒന്നുമില്ല, എന്നാലും അവർ ഹാപ്പിയാണ്. ഞങ്ങൾ വിചാരിച്ച കണക്ക് തന്നെ ആയല്ലോ എന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടവർ ഇത് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. എന്തായാലും ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അതുവഴി പാസ് ചെയ്ത് പോകുന്ന ലിൻ നീസിയെ നോക്കി ചിരിക്കുമ്പോൾ അവളും ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ഫ്രണ്ട് ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ച സ്ഥിതിക്ക് എന്തായാലും ഞങ്ങൾക്ക് ട്രീറ്റ് വേണമെന്ന് പറയുമ്പോൾ ഇന്ന് വൈകിട്ട് ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കൂടി വേണ്ടി. അതിനുശേഷം ലിൻ ഒരു ബിസിനസ് ട്രിപ്പിന് ഇവിടെ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കാൻ പോവാണ്. ഇന്ന് ഡിന്നറിന് അടിച്ചു പൊളിക്കാന്നെല്ലാം നീസി പറയുമ്പോൾ ഫ്രണ്ടും എക്സൈറ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ നീസിയും അവളുടെ രണ്ട് ഫ്രണ്ട്സും കൂടി ലിന്നിന്റെയും നീസിയുടെ ആ ഒരു ഡേറ്റിംഗിന്റെ ഒക്കെ ആഘോഷത്തിനായി ഡിന്നറിന് ഒത്തുകൂടുന്നുണ്ട്. ഈ ടീം ഇവരല്ലേ ഉള്ളൂ. അപ്പൊ വളരെ ഇൻഫോർമൽ ആയ ഒരു ഗെറ്റ് ടുഗദർ ആണ്. ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോ സാർ ഞങ്ങളുടെ ബോസ് അല്ലല്ലോ അല്ലേ, ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ട് അല്ലേന്നൊക്കെ ആ ഒരു ഫോർമൽ സംസാരം അങ്ങ് വിടാനായി. അതേന്ന് ലിന്നും സന്തോഷത്തിൽ പറയുമ്പോൾ എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഒരുപാട് ഫുഡ് വാങ്ങിച്ചായിരുന്നു, കിടുക്കൻ ട്രീറ്റ് വേണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവരവിടെ ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യുമ്പോഴേക്കും കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ ഫെങ്ങും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് ഹാപ്പിയായി നീസിയുടെയും ലിന്നിന്റെയും ഡേറ്റിംഗിന്റെ ആ ഒരു ട്രീറ്റ് എൻജോയ് ചെയ്യുന്നു. അതിനുശേഷം ഹോസ്റ്റലിന് അവിടേക്ക് നീസിയും ഫ്രണ്ട്സിനെയും ലിൻ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കാർ നിർത്തുമ്പോഴേക്കും ഫ്രണ്ട്സ് ആദ്യം തന്നെ ഇവർക്ക് കുറച്ച് പ്രൈവറ്റ് ടൈം കൊടുക്കാനായി ടാറ്റ പറഞ്ഞു പോകുന്നുണ്ട്. അതിനുശേഷം ലിന്നാകട്ടെ കൊട പിടിച്ച് നീസിയെ പതി ആ ഒരു ചാറ്റൽ മഴയുള്ളപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങനെ ഹാപ്പി ഉള്ളപ്പോൾ ലിൻ നീസിയോട് പ്രത്യേകമായി സോറി പറയുന്നു. നമ്മൾ ഈ ഡേറ്റിംഗ് ആരംഭിച്ച ഉടനെ ഇതുപോലെ ഒരു ഫോറിൻ ട്രിപ്പ് പോകേണ്ടി വന്നതിന് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്, പക്ഷെ ജോലി സംബന്ധമായി പോയല്ലേ പറ്റൂന്ന്. അത് കേൾക്കുന്ന അവളും അതൊന്നും ഒരു കുഴപ്പമില്ല, ഞാനും ഹാപ്പിയായി, എല്ലാ കാര്യങ്ങളും പോയി വേഗം ചെയ്തിട്ട് വരാനായി അവനോട് പറയുന്നുണ്ട്. പോകുന്നതിന് മുന്നേ എനിക്കൊരു ഗിഫ്റ്റ് വേണമെന്നും പറഞ്ഞ് അവൻ അവളെ നോക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് മനസ്സിലായിട്ടും മനസ്സിലാവാത്ത കണക്ക് അവൾ നിൽക്കുമ്പോൾ അവൻ പതിയെ കൂടെ ചെരിച്ചുകൊണ്ട് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ലിൻ ആ ഒരു ട്രിപ്പിന് പുറപ്പെടുന്നതാണ്. തുടർന്ന് ഇപ്പോൾ നീസിയും ലിന്നും ലോങ് ഡിസ്റ്റൻസിലാണ്. ലിൻ പോയിരിക്കുന്ന സ്ഥലത്ത് ജോലി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീസി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഓരോ കാര്യങ്ങളും അവർ അപ്പോൾ ഓൺലൈനിലൂടെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഏത് സമയം ലിൻ നീസിയെ പറ്റിയും നീസി ലിന്നിനെ പറ്റിയും തന്നെയാണ് ഓർത്തിരിക്കുന്നത്. എന്തായാലും ഓരോ വിശേഷങ്ങളും അവർ കറക്റ്റായി പരസ്പരം ഫോണിലൂടെ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ലിന്നാകട്ടെ അവൾക്ക് പെട്ടെന്ന് ബയോഡേറ്റ അയച്ചു കൊടുക്കുന്നു. ഇതെന്താ ഇങ്ങനെ ബയോഡേറ്റ അയച്ചതെന്ന് മനസ്സിലാവാതെ അവൾ ചോദിക്കുമ്പോൾ എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നീ അറിയണ്ടേന്ന് അവൻ പറയുമ്പോൾ എന്നെ പറ്റി അറിയണ്ടേന്ന് പറഞ്ഞ് അവൾ തിരിച്ച് അവളുടെ ബയോഡേറ്റ അയക്കുമ്പോഴേക്കും എനിക്ക് അതിന്റെ ആവശ്യമില്ല, അതില്ലാണ്ട് തന്നെ എനിക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം, ഈ ബയോഡേറ്റയിൽ ഉള്ളതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാം, നിന്റെ ഓരോ ഇഷ്ടവും അനിഷ്ടവും അറിയാമെന്ന് അവൻ പറയുന്ന ടീം അവന്റെ ബയോഡേറ്റയിൽ അവന്റെ പേരിന്റെ അർത്ഥം ഒരു കുഞ്ഞ് ചെടി എന്നതാണ്. അത് പറഞ്ഞ് അവൾ കളിയാക്കുമ്പോൾ വളരുന്നില്ല, ഇങ്ങനെ കുഞ്ഞു ചെടിയായിട്ടിരുന്നാൽ മതിയോന്നെല്ലാം അവൾ ചോദിക്കുന്ന ടീം എനിക്ക് വളരാനായി സൺഷൈൻ വേണം, അതെനിക്ക് ഇപ്പോഴാണ് കിട്ടിയതെന്ന് അവൻ പറയുന്ന ടീമാണ് അവളുടെ പേരിന്റെ അർത്ഥം സൺഷൈൻ എന്നതാണല്ലോ എന്ന് ഓർക്കുന്നത്. അതെ, താൻ ലിന്നിന് എങ്ങനെ ഒരു സൺഷൈനായി മാറിയോ അതേ കണക്ക് തന്നെ ലിൻ തനിക്കും തന്റെ ലൈഫിൽ വലിയൊരു ഷൈൻ കൊണ്ടുവന്ന ഒരാളാണ്. വളരെ വിഷമത്തിൽ പൊക്കോണ്ടിരുന്ന തന്റെ ലൈഫ് ലിൻ വന്ന ശേഷമാണ് ഇതുപോലെ തിളക്കമായി മാറിയതെന്നെല്ലാം അവളും ഓർക്കുന്നു. അങ്ങനെ ആന്റി ആയിട്ട് ലിന്നും നീസി ഇപ്പോൾ ഡേറ്റിംഗ് ഒഫീഷ്യലി ആരംഭിച്ചു എന്ന കാര്യം അറിഞ്ഞ് അവളെ അതിന്റെ പേരിൽ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ വിളിക്കുന്ന കൂട്ടത്തിൽ 2 ദിവസം കഴിഞ്ഞാൽ ലിന്നിന്റെ മുത്തശ്ശന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്, അതിന് അങ്കിളിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പോകുന്നില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുമ്പോഴേക്കും നീസി ആകട്ടെ ലിൻ ആ ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്നുണ്ടെന്ന് പിന്നെ അവൻ ഫോൺ ചെയ്യുമ്പോൾ അറിയുന്നുണ്ട്. തുടർന്ന് അവനോട് പറയാതെ അവിടേക്ക് സർപ്രൈസ് ആയി പോകാനായി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയുടെ ദിവസം അവൾ അങ്കിളുടെ കൂടെ അവിടേക്ക് റെഡിയായി ലിന്നിന് സർപ്രൈസ് കൊടുക്കാനായി ചെല്ലുന്നുണ്ട്. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ ഇവരിപ്പോ വീണ്ടും കാണാനായി പോകുന്നത്. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ നീസിയുടെ കൂടെയുള്ള അങ്കിളിനെ പരിചയപ്പെടാനായി ലിന്നിന്റെ അങ്കിളും ആന്റിയും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ നീസി ഫുള്ള് തിരക്കുന്നത്
കാണുന്നത് ലിന്നിനെയാണ്. ഇങ്ങനെ കണ്ണുകൾ കൊണ്ട് അവൾ ലിൻ എവിടെയും നോക്കി നിൽക്കുമ്പോഴേക്കും കുറച്ച് കഴിഞ്ഞ് ലിൻ വരുന്നത് കാണുന്ന അവൾ പക്ഷെ എക്സൈറ്റ്മെന്റ് കൂടി അവന്റെ അടുത്തേക്ക് ചെല്ലാതെ അവിടെ ഒളിഞ്ഞു നിൽക്കാണ്. അവനകട്ട് അവിടെ ആരോടോ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നു. അവൾ അവിടെ ഉള്ളതൊന്നും അവൻ കണ്ടതേയില്ല. അങ്കിളും നീ എന്താ അവന്റെ അടുത്തേക്ക് പോകാതെ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ ലിന്നിന്റെ മുത്തശ്ശൻ വരുന്നുണ്ട്. മുത്തശ്ശന്റെ കൂടെ ലിന്നിനെ ഇഷ്ടമില്ലാത്ത അവന്റെ അങ്കിളുടെയും ആന്റിയുടെയും മകനായ ചെന്നു ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ആളുകൾ ചെന്നിനെ കണ്ടപാടെ ഇനി മുത്തശ്ശന്റെ ബിസിനസ് ഒക്കെ ചെന്നായിരിക്കും നോക്കി നടത്തുക എന്ന് ഒരു ഭാഗത്ത് സംസാരിക്കുമ്പോൾ ചിലര് ലിന്നും നോക്കി നടത്താൻ സാധ്യതയുണ്ട്, എന്തായാലും കണ്ടറിയാം ആരായിരിക്കും അടുത്ത അവകാശം എന്ന രീതിക്കൊക്കെ സംസാരിക്കുന്നത് നീസി കേൾക്കുന്നുണ്ട്. ഈ ചെന്നാകട്ടെ ലിന്നിനെ അവന്റെ അച്ഛനും അമ്മയും പോലെ തന്നെ തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ലിന്നിനെ അപമാനിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ലിൻ അതിലൊന്നും വലുതായി പ്രതികരിക്കുന്നില്ലെങ്കിലും അവന്റെ മുഖം വാടുന്നതൊക്കെ മാറി നിന്ന് നീസിയും ശ്രദ്ധിക്കുന്നു. അങ്കിളിനോട് പറഞ്ഞ് നീസി ലിന്നിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവന്റെ മുഖം വാടി നിൽക്കുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റാതെ അവളങ്ങനെ അവനെ സർപ്രൈസ് ചെയ്യാനായി അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവളെ കാണുന്നവൻ ഭയങ്കര സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. അവനെ സർപ്രൈസ് ചെയ്യിക്കാനായി മാത്രമാണ് അവൾ വന്നതെന്നും അവനറിയാം. തുടർന്ന് അവർ കൈ പിടിച്ച് അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഇവരെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി നല്ലൊരു എലിജിബിൾ ബാച്ചിലർ ഹാൻസം പയ്യൻ, ഇപ്പുറത്ത് വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി. ഇപ്പോൾ എല്ലാവരും അവരെ തന്നെ ശ്രദ്ധിക്കുന്നൊക്കെയുണ്ട്. അങ്കിളും ഇവരെ ഒന്നിച്ചുള്ളതൊക്കെ ഫോട്ടോ എടുത്ത് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു. തുടർന്ന് മുത്തശ്ശന്റെ അടുത്ത് പോയി ഇത് എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് നീസിയെ ലിൻ പരിചയപ്പെടുത്തുമ്പോൾ മുത്തശ്ശന് ഒരുപാട് ഹാപ്പി. പക്ഷെ അതൊന്നും ചെന്നിന് തീരെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് നമുക്ക് കാണാം. തുടർന്ന് അങ്കിളിനോട് ഞങ്ങൾ ഇച്ചിരി നേരം കറങ്ങി നടന്നു വരാമെന്ന് പറഞ്ഞ് ലിൻ അങ്ങനെ നീസിയെ കൂട്ടി അവളുടെ കൈ പിടിച്ച് അത്രയും പേർക്കിടയിൽ വളരെ ഹാപ്പിയായി കോൺഫിഡന്റ് ആയി അങ്ങനെ നടന്നു പോകുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.